ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയൊന്നുമല്ല. പക്ഷേ സ്വപ്ന സുരേഷിന് എന്ന് പറയുന്ന ആൾ പിണറായി വിജയനുമായിട്ട് ചേർന്ന് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇടപെട്ട ഒരാളാണ്. അപ്പോൾ അവർ ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് ഞങ്ങൾ ജോലി കൊടുത്തു. ഈ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനും പിണറായി വിജയൻ ജോലി കൊടുത്തല്ലോ തിരിച്ച് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്താൽ അത് വലിയ കുഴപ്പവും, പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇയാൾക്ക് ശിവശങ്കറിന് ജോലി കൊടുത്താൽ അത് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ഒരു കാര്യം ചെയ്താൽ അപകടവും ഇദ്ദേഹം ചെയ്താൽ അപകടം അല്ലാതെ ആകുന്ന എങ്ങനെയാണ്? ഒന്ന് IAS കാരനാണ്. IAS കാരനൊരു കുറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി വളരെ വലുതാണ്. അതെല്ലാം മറന്നുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു ജോലി കൊടുത്തപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ എനിക്കറിയില്ല, മര്യാദയായിട്ടല്ലേ നിങ്ങൾ അട്ടപ്പാടി വീട് പണിത് സംബന്ധിച്ചുള്ള വിവാദം എന്ന് പറഞ്ഞാൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായ വിവാദങ്ങളാണ്. അവിടെ ഞങ്ങൾ 192 വീടുകൾ പണിത് ഹാൻഡ് ഓവർ ചെയ്ത് അവിടെ ആദിവാസികൾ സുരക്ഷിതമായി താമസിക്കുന്നുണ്ട് ഈ സമയം വരെ. അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ വീടുകൾ വാസയോഗ്യമല്ല എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ പദ്ധതി വിവാദത്തിലാക്കി അവിടെ പാവപ്പെട്ടവനെ സൗജന്യമായിട്ട് കിട്ടേണ്ട വീടിൻ്റെ പദ്ധതി നിരത്തിലാക്കിയത് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവിടുത്തെ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഗുരുതരമായൊരു കൃത്യവിലോപമാണ്. അവർ ഞങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ തന്നുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ആ വർക്ക് അവിടെ. അട്ടപ്പാടിയിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ HRDS ഇന്ത്യനെ ഒരു NGO എന്നതിനപ്പുറം എന്ത് ആഭിമുഖ്യമുള്ള ഒരു സാമൂഹ്യ എന്തെന്നാ വിളിക്കേണ്ടത് HRDS ഇന്ത്യനെ? കാരണം അത് RSS അനുകൂല സംഘടന, സംഘപരിവാർ അനുകൂല സംഘടന എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ വന്നു, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ. അല്ല, എന്ത് രൂപത്തിലുള്ള NGO ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു NGO എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതം മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് HRDS. അതിനകത്ത് രാഷ്ട്രീയം നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, ഒരു കാര്യവും പരിഗണിക്കുന്നില്ല. അവർ അർഹരാണോ എന്ന് മാത്രമേ നോക്കൂ. നമ്മളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇപ്പം മറ്റ് NGO-കൾ പല കാര്യം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. BJP അല്ലെങ്കിൽ സംഘപരിവാർ ആഭിമുഖ്യം എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇതിനകത്ത് ഐഡിയോളജിക്കലി താല്പര്യം ഉണ്ടാകും. ഞങ്ങൾ RSS-ന്റെ ഐഡിയോളജിയെ പിൻപറ്റുന്നവർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ RSS ഉള്ളവർ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ AICC മെമ്പറായിരുന്ന ആളുകൾ ഇതിനകത്തുണ്ട്, CPM-ന്റെ ആളുകളുണ്ട്. ജോയ് മന്ത്രി CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടായിരുന്നു, ഞാൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നല്ലോ. അങ്ങനെ പല വിവിധ സംഘടനകളിൽ നിന്ന് ആളുകൾ ഇതിനകത്തുണ്ട്. അതൊരു തെറ്റാണോ? ഇതൊരു സന്നദ്ധ സംഘടനയല്ലേ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം